₹150 ജർമ്മനിക്ക് പോകാൻ പറ്റിയ ആ ഒരു ചങ്കൂറ്റം കാണിക്കുന്ന ആദ്യത്തെ ഒരാളായിരിക്കും. അപ്പോൾ ഞങ്ങൾ സെലക്ഷൻ നടത്തി. ഞാൻ ഹാഫിൽ കളിച്ചു. വന്ന കോച്ചേഴ്സ് പറഞ്ഞു നല്ല ഉഗ്രം കളി കളിച്ചിട്ട്. സാറ് IMJ സാറ് പറഞ്ഞത് നല്ല ഉഗ്രം കളി കളിച്ചില്ല എന്ന് പറഞ്ഞിങ്ങനെ തലക്കെട്ട് തൊട്ട്. അത് അനുഗ്രഹമായിരുന്നു സത്യം. വായിച്ചിങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടൊരു നാലാമത് പേരിനുള്ളിൽ എൻ്റെ പേര് വായിച്ച് സീന സീവിന്ന്. സത്യം പറയാല്ല, ഞാൻ ആ പേരങ്ങനെ വായിച്ചപ്പോൾ ഉണ്ടല്ലോ കുമ്പിട്ടൊരു ഇരിപ്പിരുന്നിട്ട് ഞാനൊരു 3/4 മണിക്കൂറാണ് ഞാൻ നിന്ന് ഇരുന്നത്. ടീച്ചറിനെ കാണുമ്പോൾ ശരിക്കും ടീച്ചർ പഠിപ്പിക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് ഈ ജനറേഷൻ ഗ്യാപ്പ് ഒക്കെ ഉണ്ടോയെന്ന് നമുക്ക് തോന്നിപ്പോകും. അതെനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര കുശുമ്പെടുക്കും കളിക്കുമ്പോഴേക്ക്. കൊച്ചുള്ളവരെ പോലെ നമുക്ക് കണ്ണറിയാൻ പാടുള്ളവരെ പഠിപ്പിക്കുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് കണ്ണ് പരിമിതികളുള്ളവരെ പഠിപ്പിക്കാൻ. കളിക്കാൻ ഉൾക്കാഴ്ച മാത്രം മതി എന്നുള്ളതിൻ്റെ ഒരു തീർച്ചയായിട്ടും നമ്മൾക്ക് കാണണമെന്നില്ല കളിക്കാൻ. ഒരു ദിവസം പല ദിവസം പ്ലെയർ ഉണ്ട്, നീ സെൻട്രലാണ് നിൽക്കണത്, നീ ആ ശബ്ദം കേട്ട് കളിക്കണം എന്ന് നമ്മൾ ഓർഡർ ചെയ്യണതനുസരിച്ച് അവർ കളിക്കുകയും ബോൾ തിരികെയും എടുക്കുകയും പോസ്റ്റ് അടിക്കുകയും നമ്മുടെ ശബ്ദം കേൾക്കണോടത്തോട് അന്നേരം അവ സുൻകെ തുമാരോ എന്ന് പറഞ്ഞാൽ എൻ്റെ ശബ്ദം കേട്ട് തന്നെ അവരടിക്കും. ഒന്നുമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിച്ചാൽ തോൽവിയുണ്ട്, ജയമുണ്ട്. അത് തോറ്റാലും അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. അത് ഫുട്ബോളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതാണ്. ഇനി ഇടി പിടിച്ച് കളിച്ചാലും ശരി, ഇറങ്ങിപ്പോരുമ്പോൾ പോട്ടറാ സോറിട്ടാ ഞാൻ നിന്നെ അറിയാതെ ചെയ്തു പോയതാണെന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടായി തുടങ്ങുവാണ്. ടീച്ചർ ഇപ്പോൾ ഈ ഫുട്ബോൾ പ്ലെയർ ആയില്ലെങ്കിൽ ആരാകുമായിരുന്നു? അല്ല, അതിന് ഉത്തരവ് ഞാൻ തന്നെ പറയാം. ആരാകുമായിരുന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് ലേഡി IM വിജയൻ എന്നാണല്ലോ, അതിന് വരെ ലേഡി സന്തോഷ് ജോർജ് കുളങ്ങര ആകുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ₹150 ജർമ്മനിക്ക് പോകാൻ പറ്റിയ ആ ഒരു ചങ്കൂറ്റം കാണിക്കുന്ന ആദ്യത്തെ ഒരാളായിരിക്കും. അല്ല, അതെങ്ങനെയാ ആ ഒരു പവർ വന്നത്? ചില സിനിമയിൽ പറയണേ ഇന്ന് ഇതെങ്കിലും തിന്നാനുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അന്ന് അതെങ്കിലും തരാനുണ്ടായല്ലോ ആൾക്കാർ. അല്ല, അത് പക്ഷേ അതൊരു വലിയ കാര്യമല്ലേ. കാരണം നമ്മൾ ഇന്ന് എത്ര ഉണ്ടെങ്കിലും എനിക്ക് അവിടെ പോകാൻ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ടീച്ചർ ഇത് മതി, ഇതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു ആ ഒരു വിൽ പവർ ഉണ്ടല്ലോ. സ്പോർട്സ് ഇന്ന് തന്നെ കിട്ടിയതായിരിക്കും. പൈസ ഇല്ലാതെ പോയില്ലല്ലോ, ഒറ്റപ്പതെങ്കിലും കിട്ടിയില്ലേ, അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്കൊന്നും അതുപോലെ തന്നു വിടാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നിൽക്കണ വീട് ഇപ്പോൾ വെല്ലിച്ചറ്റ വീട്ടിലാണ് നിന്നേച്ചത്. അജിത എന്ന് പറയുന്ന കുട്ടി വീട്ടിലാണ് നിന്നേച്ചത്. അവൾ തന്നു വിട്ടത് ₹150 കൂടുതൽ കാശ് തന്ന് വിട്ടിരുന്നു. ഓരോ ബൂട്ട് സ്റ്റോക്കിൻസൊക്കെ മേടിച്ച് തീർന്നിട്ട് കയ്യിൽ അവിടെയൊക്കെ കാശ് വേണം എന്നറിയില്ലായിരുന്നു. അതാണ് സംഭവം. അത് അത്ഭുതം എന്ന് പറഞ്ഞാൽ നമുക്കത് മാറാൻ ചെന്ന് നിന്നപ്പോൾ ഉള്ള അവസ്ഥയാണ്. അദ്ദേഹം ചോദിച്ചത് അതെ പൈസ ചെയ്യുമ്പോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നൈസ് അറിയത്തിന് അഭിഭാസം എന്ന് പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ പൈസ വേണമെന്ന് ചോദിച്ചതിൻ്റെ ഇത് മനസ്സിലായത് നമുക്കൊന്നും അത്രയും ഇങ്ങനെ പൈസേനെ കുറിച്ചേ അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റും എന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ ധാരണയായിട്ട് പോയാലും പ്രശ്നമാണെന്നുള്ളതിൻ്റെ ഒരു അല്ല, അങ്ങനല്ല, നമ്മുടെ ഇല്ല ഒന്ന്. പിന്നെ അവിടെയൊക്കെ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഒന്നും അറിയില്ലാതെ പോകണേണല്ലോ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഫുട്ബോളർ ആവണം, നല്ല കളി കളിക്കുക. കളി ഇന്ന് നാളെ കളിയുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ഉറക്കമൊന്നും ഉണ്ടാവില്ല. വെളുപ്പിന് 4 മണിക്ക് എത്തിയത്, രാവിലെ 10 മണിക്ക് 8:30ക്ക് നമ്മൾ ഈ ഒരു നമ്മുടെ പഴയ കളിക്കാരൊക്കെ ആയിട്ടൊരു കളി ഉണ്ടായിരുന്നു പനമ്പള്ളിയാറിൽ. എനിക്ക് കളിക്കാൻ പറ്റിയില്ല, ഭയങ്കര വിഷമം വരുന്നു എനിക്ക്. ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. വെളുപ്പിന് 4 മണിക്ക് എത്തി, 8 മണിക്ക് കളിക്കാൻ വന്നു. അത് ഓർത്തിനി ഉറങ്ങാനും പറ്റില്ല. എനിക്ക് കളിക്കാൻ പറ്റിയില്ല. കാരണം കളിക്കാൻ പറ്റാത്ത 11th ഗ്രൗണ്ടാണ്, പനമ്പള്ളിയാറ് 11th ഗ്രൗണ്ടിലാണ് കളിച്ചത്. 3 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഡിഫെൻസ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ കത്തിക്കൽ തീർന്നു. സാധാരണ ഇങ്ങനെ കുറച്ചും കൂടി ഒരു 7th സ്റ്റൈലാണ് കളിയെങ്കിൽ കളിച്ചാനേ. അല്ല, ഞാൻ പറയണേ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അതുപോലും വിഷമമാണ്. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കുകയും ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങൾ ദേഷ്യപ്പെടുത്തുന്ന ഒരു പച്ച മനുഷ്യനാണ് ഞാൻ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരു പച്ച മനുഷ്യനായതുകൊണ്ട് കരച്ചിൽ വന്നാൽ കരയും, ചിരി വന്നാൽ ചിരിക്കുകയും സങ്കടം വന്നാൽ സങ്കടപ്പെടുകയും ചെയ്യും. അതൊന്നും അഭിനയിച്ച് കാണിക്കാൻ എനിക്കറിയില്ല. അയ്യോ സങ്കടം വന്നിട്ട് അത് നീ എല്ലാ ഇതിലും സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും സങ്കടപ്പെട്ട് ജീവിച്ചൊരു മനുഷ്യനായതുകൊണ്ട് സങ്കടം വന്നാൽ സങ്കടപ്പെടും. ആ ഗ്രൗണ്ടിൽ കിടന്നിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അത് നമുക്കിവിടെ പറയാതെ പറ്റില്ല. ഒട്ടനവധി പ്രാവശ്യം ആ ഒരു ടീച്ചർ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം കൂടി ആലോചിക്കണം. ഇന്ന് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും അന്ന് അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നല്ലോ അത്. കാരണം ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ കയറി ഇന്ന സ്ഥലത്തേക്ക് സെലക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക, തിരിച്ച് പരാജയപ്പെട്ട് പല പ്രാവശ്യം വരിക. ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക ആ ജേണി. പക്ഷേ ടീച്ചർ
സെലക്ഷൻ കിട്ടുന്നത് വരെ ആ ഒരു ഊർജ്ജത്തോടു കൂടി പോകുന്നു എന്ന് പറയുമ്പോഴേക്കും ആ സെലക്ഷൻ കിട്ടിയതിൻ്റെ അന്ന് ആ രാത്രി ടീച്ചർ അനുഭവിച്ച ആ ഒരു അനുഭവ കഥയുണ്ടല്ലോ, അതൊന്ന് നമുക്കറിയാം. അതൊക്കെ ഇപ്പോഴും പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. അപ്പം എന്നിട്ട് ആൾക്കാർ പറയും എന്തിനാ അങ്ങനെ വിഷമിക്കണം, കിട്ടിയില്ലേന്ന് ചോദിക്കും. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് സെലക്ഷൻ കിട്ടി അടങ്ങും എന്നുള്ള ഒരു വാശിയായിരുന്നു. ഭയങ്കര വിഷമം വരുന്നു എനിക്ക്. അങ്ങനെ ലാസ്റ്റ് സെലക്ഷൻ പാർട്ടിയല്ല എന്നൊക്കെ പോയിട്ട് കൽക്കട്ടയിലായിരുന്നു, ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പുള്ളത്. അപ്പോൾ ആ സെലക്ഷന് ഞാൻ കാലത്ത് ഉറക്കമില്ല, കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗ്രൗണ്ടിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. 8:30 മണി ആണ് സെലക്ഷൻ പറഞ്ഞു വെച്ചത്. ഞാനൊരു 5:45, 6 മണി 6:30ക്കുള്ളിൽ ഞാൻ ഗ്രൗണ്ടിലെത്തി. ഞാൻ പ്രാർത്ഥനയും കുമ്പിട്ട് കിടന്ന് ഞാൻ പ്രാർത്ഥിച്ച് ശരിക്കും. ബൈബിളൊക്കെ വായിക്കും, വിശ്വാസവുമുണ്ട്. നല്ലോണം പ്രാർത്ഥിച്ച് അവിടെ കിടന്നു. പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 7 ഹാഫ് ഉണ്ട്, 6 ഹാഫിനെ എടുക്കുള്ളൂ. അപ്പോൾ എനിക്കറിയാം ഒരു മണിപ്പൂരിൻ്റെ ഒരു പ്ലെയറുണ്ട്. എല്ലാവരും നല്ല കളിക്കാരാണ്, ആരും മാറ്റി നിർത്താൻ പറ്റില്ല. ഒക്കെ എന്നെക്കാൾ നന്നായിട്ട് കളിക്കുന്നവരെല്ലാവരും. അപ്പോൾ അന്ന് IM വിജയൻ സാറൊക്കെ തൊട്ടപ്പുറത്തുണ്ട്, വൈച്ചിൻകുട്ടി, IM വിജയൻ സാറ്, ജോപ്പോളഞ്ചേരി ഒക്കെ അവിടെ അപ്പുറത്തെ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സായിൽ, കൽക്കട്ട സായിൽ കുറേ ഗ്രൗണ്ട് ഉണ്ട്, ഓരോ ഗ്രൗണ്ടിൽ അവരും പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുട്ടി പുഷ്പാസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ കുട്ടി താഴത്തോട്ട് വീണുപോയി. അതുകൊണ്ട് എന്നെ പിടിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സെലക്ഷൻ നടന്നു. അപ്പോൾ സെലക്ഷൻ കാണാൻ വേണ്ടി IM വിജയൻ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ സെലക്ഷൻ. അരുമനായക് സാറായിരുന്നു കോച്ച്. അപ്പോൾ ഞങ്ങൾ സെലക്ഷൻ നടത്തി. ഞാൻ ഹാഫിൽ കളിച്ചു. സത്യം പറയാമല്ലോ, നല്ല അടിപൊളിയായിട്ട് കളിച്ചെന്ന് എനിക്കും തോന്നി. വന്ന കോച്ചേഴ്സ് പറഞ്ഞു നല്ല ഉഗ്രം കളി കളിച്ചിട്ട്. സാറ് IM വിജയൻ സാറ് പറഞ്ഞത് നല്ല ഉഗ്രം കളി കളിച്ചില്ല എന്ന് പറഞ്ഞിങ്ങനെ തലക്കെട്ട് തൊട്ട്. അത് അനുഗ്രഹമായിരുന്നു സത്യം. അങ്ങനെ തൊട്ട് നല്ല അന്ന് കളി കഴിഞ്ഞിട്ട് ലിസ്റ്റ് വായിച്ചിട്ടില്ല. കളി കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് വായിക്കണമല്ലോ ഇന്ത്യൻ ടീമിൽ. പേടിയായിരുന്നു ലിസ്റ്റ് വായിക്കണവരെ. കാലത്ത് സെലക്ഷൻ കഴിഞ്ഞിട്ട് ഉച്ചക്ക് വായിച്ചിട്ടില്ല, വൈകുന്നേരം വായിച്ചിട്ടില്ല, രാത്രി വായിച്ചിട്ടില്ല. കുറെ രാത്രി ആയപ്പോൾ മനസ്സിലായി. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ഫുട്ബോളേഴ്സൊക്കെ ഇറങ്ങി വരാൻ പറഞ്ഞു ഹോസ്റ്റലിൽ വന്നിട്ട്. അപ്പോൾ എല്ലാ ഫുട്ബോളേഴ്സും താഴത്തോട്ട് ഇറങ്ങി വന്നു. അപ്പം ഇങ്ങനെ പേര് വായിക്കണം. ഞാൻ മാത്രമേ ഇടയിൽ എല്ലാത്തിൻ്റെ ഇടയിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ അനങ്ങണ കാണാൻ എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് അത്ര ടെൻഷനായിരുന്നു. എൻ്റെ തമ്പുരാനെ കിട്ടിയേക്കണേ എന്നുള്ള ഭയങ്കര ഉള്ളിലിങ്ങനെ അങ്ങോട്ട് ഓരോ പേര് വായിക്കണം. ഗോൾ കീപ്പർ വായിച്ച്, ഡിഫൻസ് വായിച്ച്, മിഡ്ഫീൽഡ് വായിച്ചു തുടങ്ങി. വായിച്ചിങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടൊരു 3-ാമത് 4-ാമത് പേരിൻ്റെ ഉള്ളിൽ എൻ്റെ പേര് വായിച്ച് സീന സീവിന്ന്. സത്യം പറയാമല്ല, ഞാൻ ആ പേരങ്ങനെ വായിച്ചപ്പോൾ ഉണ്ടല്ലോ കുമ്പിട്ടൊരു ഇരിപ്പിരുന്നിട്ട് ഞാനൊരു 3/4 മണിക്കൂറാണ് ഞാൻ നിന്നിരുന്നത്. ഇപ്പോഴും ടീച്ചറിൻ്റെ കണ്ണ് അത് പറയുമ്പോൾ പറയുന്നുണ്ട്. അതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. ഒരു കൂപ്പർ ടെസ്റ്റ് ഉണ്ട് ആഴ്ചയിൽ. കൂപ്പർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ റൗണ്ട് 14 മിനിറ്റ് കൊണ്ട് 7 റൗണ്ട് ഓടണം. ഹാഫങ്ങാട് വന്നു പറയുമ്പോൾ ഒരു 10-30 ഹാഫങ്ങാട് വരും മിഡ്ഫീൽഡേഴ്സ്. ആദ്യം തന്നെ 10 പേരെ തന്നെ എടുക്കുള്ളൂ. അപ്പോൾ ഈ ആദ്യം 10 പേരിൽ പെടാൻ വേണ്ടി ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും, അന്നത്തെ ദിവസം ഉപവാസമായിരിക്കും. ഒരു ഓട്ടം ഞാൻ ഓടിയിട്ടുണ്ട്. അതെങ്ങനെ ആ ഒരു ഫുഡ് ഇല്ലാതെ ഉപവാസത്തിൻ്റെ എനിക്ക് അറിയില്ല, ദൈവം തന്ന ശക്തിയായിരിക്കാം. ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ പത വന്നിട്ട് ഇങ്ങനെ തോണ്ടിക്കളഞ്ഞിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ബാത്ത്, അതുപോലെ പല്ല് വരെ നമ്മളെ ടെസ്റ്റ് ചെയ്യും, ബോണൊക്കെ ടെസ്റ്റ് ചെയ്യും. ഓരോ ടെസ്റ്റിനും നമ്മൾ പ്രാർത്ഥിക്കണേണ്. നമ്മളുടെ കളി എന്നിട്ട് അന്നത്തെ ദിവസം ചിലപ്പോൾ ക്രോസിങ് മാത്രമേ വരും. ഈ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിൻ്റെ അവിടെ നിന്നൊക്കെ ക്രോസ് ചെയ്താൽ അത് ശരിക്കും ആ എൻഡിൽ ചെല്ലണ പ്ലെയറിന് കിട്ടണം. അതായിരുന്നു അന്നത്തെ കണക്ക്. ഒരു കണക്കാണത്. ഇവിടെ നിന്ന് പിന്നെ ചിലപ്പോൾ സാറ് ഈ എൻഡിലോട്ട് ബോൾ ഇട്ട് വന്നാൽ ഇവിടുന്ന് ആ ബോൾ എത്തുന്നതിനാണ്, ആ ബോളിൻ്റെ ഉരുൾച്ച തീരുന്നതിന് മുമ്പ് അവിടെ ചെന്ന് ക്രോസ് ചെയ്യണത്. അത് അപ്പുറത്തുനിന്ന് സെക്കൻഡ് പോസ്റ്റ് വഴി വരുന്ന ഹാഫിന് ആ ബോൾ കിട്ടിയിരിക്കണം. നമ്മൾ 5 പ്രാവശ്യം 6 പ്രാവശ്യം ആ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ബോൾ അവിടെ ലെഫ്റ്റിനും റൈറ്റിനും നമ്മളെ ചെയ്യിപ്പിക്കും. അന്ന് ലെഫ്റ്റിനാണ് നമുക്ക് കുറവെങ്കിൽ നമ്മൾ അപ്പം തന്നെ മാറ്റും. 95 മുതൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. 93, 97, 95 ഞാൻ കളിക്കുമ്പോഴും ഞാൻ പഠിപ്പിക്കും. ഞാൻ പനങ്ങാട് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ ചെല്ലും. അപ്പം പഠിപ്പിക്കുന്നതോറും നമ്മൾ പഠിക്കുമല്ലോ. നമ്മൾ ഈ PSC ഒക്കെ അങ്ങനെയല്ലേ. ഇപ്പോഴത്തെ പിള്ളേർ എന്തെങ്കിലും ചെറിയൊരു റിജക്ഷൻ വരുമ്പോഴേക്കും ആത്മഹത്യ എന്നുള്ളത് അതൊക്കെ തരണം ചെയ്തു പോകും നമ്മളൊക്കെ. ഒരു കുട്ടികളും ഞാനൊക്കെ എൻ്റെ മനസ്സുകൊണ്ട് ഒരു 100 പ്രാവശ്യം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് മനസ്സുകൊണ്ട്. ഈ അനുഭവം കേട്ടിട്ട് ഒരാൾക്ക് കമ്പാരിസൺ നടത്താൻ പറ്റുമല്ലോ. എൻ്റെ ടീച്ചർ ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് ഞാൻ അങ്ങനെ പറയും. പാരൻസ് പറയും
നിൻ്റെയൊക്കെ ടീച്ചർ എന്തോരം അനുഭവിച്ചേക്കണം, അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല, അവരെ കണ്ടുപടി എന്ന് പറയും. പിള്ളേർക്കൊരു പോസിറ്റീവ് കൊടുക്കാൻ പറ്റണത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നാണ്. ഇനി ഒരിക്കലും ഒരു കരയേണ്ട സിറ്റുവേഷനിൽ നമ്മളെ എത്തിക്കില്ല തമ്പുരാൻ എന്നുള്ള ഒരു വിശ്വാസം അന്ന് ആ കരച്ചിലിൻ്റെയോടുകൂടി നമ്മൾ കണ്ടെത്തി. കാരണം ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ച വിഷമങ്ങളെല്ലാം കൂട്ടി 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 വെച്ചിട്ട് ഒരു സ്വപ്നം കണ്ടവിടുത്തന്ന് വന്നേക്കണേണ്. അതാണ് എൻ്റെ ഗ്രൗണ്ട്, അതാണ് എൻ്റെ ഫുട്ബോൾ നൽകിയതെല്ലാം എനിക്ക് സൗകര്യങ്ങളായിരുന്നു. വളർത്തിയെടുക്കാൻ വേദി ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരാൻ ഒരുപാട് 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 കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഒരാളെങ്കിലും ഞാൻ വഴി വന്ന് തിളങ്ങിയിട്ടവരേ ഉള്ളൂ. ഞാൻ സീനിനെ സഹായിച്ചിട്ടാണ് സീൻ ഇവിടെ എത്തിയെന്ന് പറയാൻ ആർക്കും പറ്റില്ല. കാരണം അങ്ങനെയൊന്നും ഒരാളും സഹായിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ ഞാൻ എല്ലാവരെയും A-Z ഞാൻ ഒരു വെറുതെ നടക്കുന്ന ഒരു കൊച്ചിനെ കണ്ടാൽ പോലും ഗ്രൗണ്ടിലോട്ട് പോകാൻ നമുക്ക് ഫുട്ബോൾ പഠിക്കാമെന്ന് പറയും. തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത് അല്ലാതെ തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ടത് 10ാം നമ്പർ ജേഴ്സി കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതൊക്കെ നമുക്ക് പിന്നീട് ആ നമ്പറിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്നൊക്കെ തോന്നി തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അതൊന്നും അറിയാതെ ഇട്ട് പോയതാണ്. പക്ഷെ കിട്ടിയപ്പോൾ അതൊരു ഭയങ്കര അത്ഭുതമായി പോയി. അത് നമ്പർ വിളിച്ചിട്ടാണല്ലോ കൊടുക്കണം. സാറിൻ്റെ ഒക്കെ നമ്പറാണ് പിന്നെയാണ് അറിയണത്. പിന്നെ എനിക്ക് 17ാം നമ്പർ 19 എനിക്ക് കിട്ടിയത്. ശരിക്കും ഏഷ്യൻ ഗെയിംസിനൊക്കെ 17 കിട്ടിയത്. പക്ഷെ ആദ്യം ജർമ്മനി പോയി കിട്ടിയ 10ാം നമ്പറായിട്ട്. അത് 4 സെറ്റ് ജേഴ്സി ഉണ്ടായി. 4 സെറ്റ് ജേഴ്സി, നല്ല അടിപൊളി ജേഴ്സി. അങ്ങനത്തെ ഒരു ഫോറിൻ ജേഴ്സി ഒന്നും കണ്ടിട്ടേ ഇല്ല. ടീച്ചർ, ഈ ഫോറിൻ അവരുടെ കളികളും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമല്ലോ. അവർക്ക് പണ്ട് മുതലേ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ആണ് അല്ലേ? അവരുടെ ടച്ചസ് ഒക്കെ ഭയങ്കര ഇതാണ്. നമ്മുടെ കുട്ടികൾ കാലയിൽ പശ തേക്കണ പോലെ ഒട്ടിയിരിക്കും ബോളൊക്കെ. എൻ്റെ ആ കൺട്രോളിങ്ങും അവരുടെ പാസിങ്ങും ഒക്കെ വേറെ രീതിയിലാണ്. അടിയിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്താണ് അവർ ആ ബോൾ പിടിക്കണത് പോലും. ബോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ടീച്ചർ ആ ട്രെയിനിങ് ഒക്കെ എടുത്ത ആളായതുകൊണ്ട് അതാണ് മനസ്സിലാവണത്. കുട്ടികളെ നമുക്ക് അതേ രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പോലും ബോൾ ഇങ്ങനെ സെന്ററിൽ പ്രസ് ചെയ്താണ് ആ ബോൾ എടുക്കുന്നത്. ആ ബോളപ്പം ഇങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ. പാസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. പാസ് ചെയ്യുമ്പോഴും അവർ ഭയങ്കര ഈ കൺട്രോളിങ്. അവന്റെ ഒരു ചെറിയ പ്രായം തുടങ്ങി അവർ ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ശരിക്കും 16 വയസ്സൊക്കെ ആകുമ്പോൾ ഫുട്ബോളിലോട്ട് ഓരോരുത്തർ വരണത് തന്നെ. അതെ, അപ്പോഴേക്കും ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. അവരുടെ ശരിക്കും ചെറുതിൽ തന്നെ അക്കാഡമീസിൽ വരണ പോലെ തന്നെ കുട്ടികൾ ചെറുതിൽ പ്രാക്ടീസൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട്, ഒരുപാട് അക്കാഡമീസ് ഉണ്ട്. എല്ലാം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോച്ചേഴ്സാണ് പഠിപ്പിക്കുന്നതൊക്കെ. നല്ല കോച്ചേഴ്സ് എല്ലാവരും പഠിപ്പിക്കുന്നത്, നല്ല കഴിവുള്ളവരാണ് പഠിപ്പിക്കുന്നത്. ഈ ISL-ന്റെ ഒരു അത് ഭയങ്കര ഓളം വന്നതോടുകൂടി എല്ലായിടത്തും ഫുട്ബോൾ ആയി. കൊച്ചിയിലെ 3 അതിജീവിതകളുടെ കഥ പറയുന്ന ഒരു ഡോക്യുമെന്ററി SHലെ പ്രൊഫസർ രാജേഷ് സാർ ചെയ്തിട്ടുള്ള ഒരു രാജേഷ് സാർ ഒരു ഫിലിം എടുത്തിരുന്നു. ഞങ്ങൾ 3 സ്ത്രീകളെ വെച്ചത് എടുത്തത്. 3 സ്ത്രീകളും 3 വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു. അതായത് കഴിവ് തെളിയിച്ചവരായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചെടുത്തിട്ട് സാറിനത് എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് വെളിയിൽ സെക്കൻഡ് പ്രൈസ് കിട്ടി. പിന്നെ ദേശീയ അവാർഡൊക്കെ കിട്ടിയായിരുന്നു അത് ടെലിഫിലിമിന്. നല്ലോണം എടുത്തിട്ടുണ്ട് സാറ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ട് സ്ട്രഗിൾ ചെയ്ത് ഉയർന്ന സ്ത്രീകളെ വെച്ച് അദ്ദേഹം എടുത്തതാണ്. അദ്ദേഹം അതിൽ ടൈറ്റിലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷാധിപത്യം മറികടന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയ ആളുകളാണ്. നിസ്സാരക്കാരായിട്ടുള്ള 3 കൊച്ചിക്കാരല്ല അത്. അവർ അങ്ങനെ പ്രതിസന്ധികൾ, അവർ തരണം ചെയ്ത പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ടുള്ളത്. അപ്പം നമുക്ക് ടീച്ചർ കടന്നു വന്ന വഴികൾ, അതായത് കുടുംബ പശ്ചാത്തലം, ടീച്ചർ എങ്ങനെയാണ് ഈ ഫുട്ബോളിലേക്കൊരു പ്രണയം തുടങ്ങിയത്? ടീച്ചർക്ക് ഇപ്പോഴും ഫുട്ബോൾ മാത്രമാണല്ലോ ജീവിതം. അപ്പോൾ എങ്ങനെയാണ് ടീച്ചറിൻ്റെ ആ ഒരു കുടുംബ പശ്ചാത്തലം എങ്ങനെയായിരുന്നു? അതെ, ചെറുതിലെ പിന്നെ അമ്മയെ മാത്രം നോക്കാനുണ്ടായുള്ളൂ. അച്ഛൻ വിറകുവാഹമൊക്കെ കഴിച്ച് നേവൽ ബേസിലായിരുന്നു അച്ഛൻ. അപ്പം അച്ഛൻ വിറകുവാഹമൊക്കെ കഴിച്ച് മാറിയതോടുകൂടി അമ്മ ഞങ്ങളെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പാവമാണ് എൻ്റെ അമ്മ, ഭയങ്കര പാവമാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മേനെ സ്നേഹിച്ചതിൻ്റെ കൊതി പോലും തീർന്നിട്ടില്ല, അത്ര പാവമാണ്. ഇന്നെനിക്കൊരു നല്ല കാലമുള്ളപ്പോൾ എൻ്റെ അമ്മ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. സുഖമില്ലെങ്കിൽ പോലും വീട്ടിലുണ്ടായാൽ മതിയായിരുന്നു, ഒരാളുണ്ടായാൽ മതിയായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം അതുപോലത്തെ സാഹചര്യങ്ങളിൽ വളർന്ന് അമ്മ വീട്ടുവേലൊക്കെ ആണെങ്കിലും ഒക്കെ പോയി ഒറ്റയടിക്കാനും പോയി കഷ്ടപ്പെട്ട് വളർത്തുമ്പോൾ നമ്മൾക്ക് ഒരുപാട് എന്താ പറയുക സങ്കടങ്ങൾ മാത്രമേ അമ്മക്കുള്ളൂ. ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ചില സ്ഥലത്ത്. പറഞ്ഞതൊന്നും ഓർമ്മയും ഉണ്ടാവില്ല. ഓരോരുത്തർ വരുമ്പോൾ ഓരോന്നിരി നമ്മൾ അനുഭവിച്ചതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വേറൊരാൾ കേട്ടിട്ടത് നമുക്കത് പറയാതെ അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത്. അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും
ഒരു പ്രാവശ്യം ഞാൻ ഓർക്കണ്ട, ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനൊരു ദിവസം സന്ധ്യക്ക് ഒരമ്മയുണ്ട് കയ്യിൽ, അമ്മയെന്നാളെ വിളിക്കേണ്ടത് അച്ഛൻ്റെ വൈഫിന്. അപ്പോൾ നമ്മുടെ അമ്മ, എൻ്റെ അമ്മയുണ്ട്, അമ്മയായിട്ട് വന്നിട്ട് അച്ഛന് അമ്മ ചോറൊക്കെ കൊടുത്ത് ആ അമ്മക്കും ചോറൊക്കെ കൊടുത്തിട്ട് അപ്പുറത്ത് അവർ ആ മുറിയിൽ കിടക്കുമ്പോൾ അമ്മ ഇപ്പുറത്ത് എന്നെയും കെട്ടിപ്പിടിച്ചിങ്ങനെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഞാൻ കിടന്നതൊക്കെ ഇങ്ങനെ ഓർക്കണ്ട്. ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് ആ സമയത്തൊക്കെ. അപ്പം ഞാൻ ഓർക്കണേണ് അമ്മ കരഞ്ഞിട്ട് അമ്മയുടെ കണ്ണീര് എൻ്റെ കവളത്തിങ്ങനെ വീണത് ഞാൻ ഓർക്കണം. അപ്പം ഈ പ്രായത്തിൽ ഞാൻ ഓർക്കണേണ് അത് എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. എനിക്കൊന്നും ഒരു സ്ത്രീകൾക്കും അങ്ങനെ, മറ്റുള്ളത് എന്തോ അവർ സഹിക്കും, പക്ഷെ അവനവൻ്റെ ഹസ്ബൻഡ് വേറൊരു സ്ത്രീയായിട്ട് നടക്കുക അല്ലെങ്കിൽ അങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ സ്ത്രീകളും അത് സഹിച്ചെന്ന് വരില്ല. പക്ഷെ അമ്മ അത് സഹിച്ച്, നമുക്ക് അതൊക്കെ പറ്റുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് സഹിക്കാൻ. അതുകൊണ്ടായിരിക്കും ടീച്ചർക്ക് ഫുട്ബോൾ മാത്രം ജീവിതത്തിൽ ഇനി മതി എന്നുള്ളൊരു തീരുമാനത്തിനൊക്കെ അല്ലേ? അതെ, ആ ഒരു കാരണം അച്ഛനൊരു പരിധി വരെ നമ്മൾക്ക് വേറൊരു ജീവിതം കണ്ടെത്താനായിട്ടുള്ള ഒരു പേടിയായിരുന്നു. ഈ സമൂഹം ചോദിക്കൂലേ എന്തേ കല്യാണം കഴിക്കാത്ത എന്താ അങ്ങനെയുള്ളൊരു, കാരണം നമ്മൾ എന്തൊക്കെ നേട്ടം നേടിയാലും എന്തേ ഈ കുടുംബമാണ് വേറെ കിട്ടണ്ടേ, നമുക്ക് കല്യാണം കഴിക്കാൻ. പക്ഷെ ടീച്ചർക്ക് എല്ലാവരും അച്ഛനെ പോലെ അല്ല കേട്ടോ, ഇവരൊക്കെ എല്ലാവരും നല്ല സ്നേഹമുള്ളവരാ. അങ്ങനെ റയർ കേസുകളുണ്ട്, അത് നമുക്ക് ടീച്ചർ വളർത്തിയെടുക്കുന്ന മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്നേഹം. അതുകൊണ്ടാണ് ഞാനതങ്ങനെ അനാഥയായിട്ട് വളർന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അവര് ആരെങ്കിലും വഴക്ക് പറയുമ്പോഴൊക്കെ എനിക്ക് വിഷമം. ടീച്ചർ നല്ല കെയറിങ്, കാരണം അവർക്ക് പണിഷ്മെന്റ് കൊടുക്കണ്ടാവും, പക്ഷെ അവരെ അത്രമാത്രം കെയർ ചെയ്യണ്ടാവും. അതാണ് അവൻ എത്ര അല്ലെങ്കിൽ അവർക്ക് എത്ര അടിച്ചാലും ശിക്ഷിച്ചാലും ടീച്ചറിനോടൊരു പരാതില്ല. ആ ഒരു സ്വാതന്ത്ര്യം ടീച്ചർക്ക് തന്നെ ഉണ്ടല്ലോ. അതെ, അമ്മയുടെ പോലെയാണെന്ന് പറയണത് അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ടീച്ചർ അമ്മയുടെ പോലെ. ടീച്ചറിനെ കാണുമ്പോൾ ശരിക്കും ടീച്ചർ പഠിപ്പിക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് ഈ ജനറേഷൻ ഗ്യാപ്പ് ഒക്കെ ഉണ്ടോയെന്ന് നമുക്ക് തോന്നിപ്പോകും. ടീച്ചർ അവരുടെ പ്രായത്തിലെത്തി അവരോടൊപ്പം വാശി കാണിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ടീച്ചർ മൊത്തത്തിലൊരു മോട്ടിവേഷണൽ ക്ലാസ് തന്നെ ആയിരിക്കും അവർക്ക്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര കുശുമ്പെടുക്കും കളിക്കുമ്പോഴേക്ക് കൊച്ചു പിള്ളേരെ പോലെ. അല്ല, അവരുടെ അമ്മ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്ക് ആ തലത്തിൽ പോകാൻ പറ്റില്ല. അവർ ടീം എടുക്കാൻ മിസ്സിനെ ആദ്യം വിളിക്കും, എന്നെ വിളിക്കാം അവരുടെ ടീമിലേക്ക്. അപ്പം മറ്റവർ തല്ലുടിക്കും. അത് പറ്റില്ല, മിസ് ആ ടീമിലായി കഴിഞ്ഞാൽ സ്ട്രോങ് ടീമാകും, വേറെ ആ സമ്മതിക്കില്ല, എന്നാലും വിളിപ്പിക്കില്ല. അപ്പം ഞാനൊരു ഉപായം കണ്ടെത്തും, ഞാൻ കോമൺ പ്ലെയർ, ഞാൻ അവർ തന്നെ അവർക്ക് കളിക്കും, ഇവർ തന്നെ ഇവർക്ക് കളിക്കും, അങ്ങനത്തെ ഒരു പ്ലെയറായിട്ട് ഇന്ന് കളിക്കും. കളിക്കണം, എനിക്ക് കളിച്ച് തന്നെ പഠിപ്പിക്കും, അതൊരു ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്യണതാണ്. ശരിക്കും കോച്ചേഴ്സ് പറഞ്ഞു കൊടുത്താൽ മതി. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പുറത്തുനിന്ന് കൊടുക്കും, ചില സമയത്ത് കളിക്കും, അങ്ങനത്തെ ഒരു ഇതിലാണ്. ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ബ്ലൈൻഡ് ഫുട്ബോളും ബ്ലൈൻഡ് നമുക്ക് കണ്ണറിയാൻ പാടുള്ളവരെ പഠിപ്പിക്കുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് കണ്ണ് പരിമിതികളുള്ളവരെ പഠിപ്പിക്കാൻ. കളിക്കാൻ ഉൾക്കാഴ്ച മാത്രം മതി എന്നുള്ളതിന്റെ ഒരു, തീർച്ചയായിട്ടും നമ്മൾക്ക് കാണണമെന്നില്ല കളിക്കാൻ. ശരിക്കും അപ്പോൾ അവരെ ശബ്ദം കേട്ടിട്ട് തുമര ധായി വേ പ്ലെയർ, തുമര ഭായ് വേ പ്ലെയർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം പല ദിവസം പ്ലെയർ ഉണ്ട്, നീ സെൻട്രലാണ് നിൽക്കണത്, നീ ആ ശബ്ദം കേട്ട് കളിക്കണം എന്ന് നമ്മൾ ഓർഡർ ചെയ്യണതനുസരിച്ച് അവർ കളിക്കുകയും ബോൾ തിരികെയും എടുക്കുകയും പോസ്റ്റിലടിക്കുകയും നമ്മുടെ ശബ്ദം കേൾക്കണോടത്തോട് നേരെ ആവാസ് സുൻകെ തുമാരോ എന്ന് പറഞ്ഞാൽ എൻ്റെ ശബ്ദം കേട്ട് തന്നെ അവരടിക്കും. അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ് പിള്ളേർക്ക്, അത്ഭുതമാണ്. അപ്പോഴാണ് നമ്മളൊക്കെ സ്വർഗത്തിലാണെന്ന് തോന്നണത് അവരെയൊക്കെ കാണുമ്പോഴാണ്. ഒരുപക്ഷെ അവരെ ട്രെയിൻ ചെയ്യുമ്പോഴായിരിക്കും ടീച്ചർക്ക് കുറച്ചുകൂടി ഒരു പറയാ, നമുക്ക് അതുങ്ങളോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെ തോന്നും. പക്ഷെ അവര് അങ്ങനെ സഹതാപം അവർക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും, സഹതാപത്തിന്റെ അല്ല, നമ്മളുടെ ഇന്നത്തെ ഒരു ഈ ഫുട്ബോൾ കൾച്ചറിൽ അവർക്കും ആ ഒരു താല്പര്യം നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. സുനിൽ ജെ മാത്യു എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ശരിക്കും അതിന്റെ ഫൗണ്ടർ. അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഫുട്ബോൾ കണ്ട് പഠിച്ച് ഇവിടെ വന്ന് കളിക്കുക. നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നതൊക്കെ. കുട്ടികളൊക്കെ മക്കളെ പോലെ തന്നെ നമ്മളൊക്കെ കൊച്ചുങ്ങളെ പഠിക്കും. ആൺകുട്ടികൾ നല്ല ടീമാണ്, പെൺകുട്ടികൾ ഇപ്പോൾ കളിച്ച് റെഡിയായി വരുന്നുള്ളൂ. എന്നാലും ഇപ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ ജപ്പാനിൽ പോയപ്പോൾ കളിച്ചു, ഈക്വൽ പോയിന്റ് ഡ്രോ ആയ ഒരു കളി തോറ്റു. ഈ കഴിഞ്ഞ ദിവസം ജപ്പാനിലേക്ക് പോയതാണ്. നല്ല കളി കളിക്കും. ഇപ്പം അടുത്ത വേൾഡ് കപ്പ് വരുന്നുണ്ട് മെയിൽ. ടീച്ചർ വേൾഡ് കപ്പിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പിന് ഞാൻ ടീച്ചറിന്റെ ഇതിലെ ഇന്റർനാഷണൽ എന്തൊക്കെയാണ് കളിച്ചിട്ടുള്ളത്? വേൾഡ് കപ്പ് ഒന്നും പോകാൻ പറ്റില്ല. നമ്മുടെ വേൾഡ് കപ്പ് കളിച്ച ഒരു പ്ലെയർ ഉണ്ട് നമുക്ക്, ലളിതേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി കളിച്ചിട്ടുണ്ട്, വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള കുട്ടികളാണ്, അതുകൊണ്ട് നമുക്ക് അത്രയും ടീച്ചറിന്റെ സമീപകാലത്ത് ആ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ,
എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആണ്. എല്ലാവരും കളിച്ച് ജോലി മേടിച്ചു, അതാണ് ഏറ്റവും അത്ഭുതം. ജോലിയുടെ കാര്യം ഞാനത് മിസ് ചെയ്ത് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഫഷനായിരുന്നു. ജോലി കിട്ടിയതും ഇങ്ങനെ ജോലി കിട്ടിയതും വളരെ ഇതേപോലെ തന്നെയുള്ള ഒരു ഭാഗ്യം, ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളൊരു ഇടപെടൽ തീർച്ചയായിട്ടും ഇടപെടൽ തന്നെയാണ്. അതായത് കളിച്ചിട്ടും ജോലി കിട്ടാതെയൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കോഫി ഷോപ്പിൽ നിന്നിട്ടുണ്ട്. അതെ, ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ലേബലിൽ നിൽക്കുമ്പോൾ കോഫി വിൽക്കാൻ പോയിട്ട് ഒരാൾ കണ്ടറിഞ്ഞ് പത്രത്തിലൂടെ ആ ഒരു വാർത്ത വന്നിട്ട് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം. അതങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്ന് ജോലിയൊന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ കുറേ പിള്ളേർക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. കാരണം അതുകൊണ്ട് ടീച്ചറിന്റെ കഥകൾക്കൊക്കെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ജോലി എന്നുള്ളതിന്റെ ഒരു ഇത്. അതെ, ഇപ്പൊ ഇന്നത്തെ കുട്ടികളെ നമ്മൾ എന്തിനു വിടണം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പാരന്റ്സിനോട് പറഞ്ഞു കാണിച്ചു കൊടുക്കാൻ ജോലി കിട്ടും, ഇല്ലെങ്കിൽ നാട് വിടുക, ഈ ഇന്ത്യ വിടുക എന്നുള്ളതാണ്. നിനക്ക് ഫുട്ബോൾ രംഗത്ത് അല്ലെങ്കിൽ ഗെയിം മേഖലകളിൽ പ്രഗത്ഭനാകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു ഇനിയുള്ള തലമുറകളൊന്നും ശരിക്കും ഇന്ത്യയിൽ കുറെ ഹിന്ദിക്കാർ മാത്രമായിട്ട്, കാരണം മെസ്സി റൊണാൾഡോ എന്ന് പറയുമ്പോൾ അവരെ ഈ കണ്ടെടുത്ത് കൊണ്ടുപോയി അവരൊരു നല്ല സ്രോതസ്സായിട്ട് കണ്ടെടുത്ത, അതെ, ഓരോ കോച്ചുമാര് കണ്ടെടുത്തിട്ട് കൊണ്ടുപോയതാണ്. അതെ, നമ്മള് സ്വയം ഇപ്പൊ ഈ ഗ്രൗണ്ടിലൊക്കെ കിടന്ന് പഠിച്ചിട്ട് ഇത്ര ഉണ്ടാവും പുല്ല് ഇവിടെയൊക്കെ. അപ്പൊ ഞാനൊരു പാരന്റാ, ഞാൻ എൻ്റെ കുട്ടിയെ എന്തിനാ ഈ ഗ്രൗണ്ടിലേക്ക് വിടണം, അവന്റെ ഭാവി സുരക്ഷിതാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതെ, അത് എന്താ നമുക്ക് അതിന്റെ മാറ്റം പരിധിവരെ നിങ്ങൾ വിചാരിച്ചോ, കളിക്കാൻ വിട്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ നല്ല എന്താ പറയാ ഫിസിക്കലി ഫിറ്റ് ആവും പിള്ളേർക്ക്, അതോടൊപ്പം മെന്റലി ഫിറ്റ് ആവും. അവര് മെന്റൽ ഫുട്ബോൾ കളി എന്നുള്ളതിനെ പ്രത്യേക പ്രൊഫഷണൽ ഫുട്ബോളിനൊരു വളർച്ചയുള്ള ഒരു സമയം കൂടിയാണല്ലോ. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഈ ISL വന്നതോടെ പിള്ളേർക്ക് അതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റും എന്നുള്ളത്. സമ്പാദ്യമൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ അവന് ആരോഗ്യമുള്ള മനസ്സും ശരീരം ഉണ്ടാക്കിയെടുക്കാൻ സ്പോർട്സ് ശരിക്കും നല്ലൊരു ശരിക്കും ISL ഒക്കെ ഒരു PR വർക്കായിരുന്നു, ഫുട്ബോളിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ആ ഒരു കോളുകളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ISL വന്നതോടെ കുട്ടികൾക്ക് മഞ്ഞപ്പടാന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു ഭയങ്കര ത്രില്ലാണ്. അവര് അതിനേക്കാൾ വലിയ കളികൾ ഇപ്പൊ കണ്ട എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും ഒക്കെ അവർക്കറിയാം. ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം, എല്ലാ കളികളും അറിയാം, അവരെല്ലാം കാണുന്നുണ്ട്, കളികളൊക്കെ ആണെങ്കിലും കാണുന്നുണ്ട്. ഈ ഫുട്ബോളിനോടുള്ള ആവേശം വറ്റിപ്പോയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ മഹാരാജാസിലെ പിള്ളേർ തന്നെ വന്നിട്ട് അങ്ങനെയുള്ള ഇതുണ്ട്, അത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു ധർമ്മമുണ്ടല്ലോ. അത് ഈ പറഞ്ഞ പോലെ അതോറിറ്റീസിന്റെ മുന്നിലേക്ക് നിങ്ങൾ കോച്ചുമാര് സജീവമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ സജഷൻസ് അവർ കേൾക്കുമെങ്കിൽ നമുക്ക് ഈ ഫുട്ബോൾ ഏത് സ്പോർട്സ് മേഖലയിലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ടല്ലേ. തീർച്ചയായിട്ടും അത് നമുക്ക്, കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ ചെയ്താൽ അത് ആപ്റ്റാവും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട രീതികളും അത് തന്നെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്താൽ അത് പെർഫെക്റ്റ് ആണോ, ഞാൻ ചെയ്ത കാര്യം അത് കറക്റ്റ് ആണെന്ന് എനിക്ക് സ്വയം തോന്നിയാൽ മതി. എല്ലാവരും ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ഇപ്പം ഞാൻ വളരെ ദൂരങ്ങളൊക്കെ പോയി ക്യാമ്പ് എടുത്തിട്ടുണ്ട്. വെളുപ്പിന് 4 മണിക്ക് പോയിട്ട് ഇലഞ്ഞിയിൽ, പിറവ ഇലഞ്ഞി, അതുപോലെ നമ്മുടെ സെൻറ്റ് മൈക്കിൾ സ്കൂള്, നമ്മുടെ ഇവിടുത്തെ സെൻറ്റ് മേരീസ് സ്കൂൾ എന്ന് പറഞ്ഞ ചെല്ലാനം, ഇവിടുത്തെ ചെല്ലാനം വരെ പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട്. ഞാൻ അവിടെയൊക്കെ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആലോചിക്കുക എന്തിനു വേണ്ടിയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ടായി, ഒരുപാട് കോച്ചേഴ്സ് ഉണ്ടായി. അവിടെ ഒരു അക്കാഡമി നടത്താൻ പറ്റി, ഒരു അക്കാഡമി ഉണ്ടാക്കാൻ പറ്റി. ഇപ്പം അവിടെ നിന്ന് ടീമുകളുണ്ട്. അതെൻ്റെ ഒരു ചെല്ലലും ഉണ്ടല്ലേ. അതുപോലെ പല സ്ഥലത്തും ഞാൻ ചെന്നിട്ട് അവിടെ അക്കാഡമികൾ ഉണ്ടായിട്ടുണ്ട്. ലാഭങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾ സമൂഹത്തിലേക്ക്, ഫുട്ബോളിലേക്ക് കൈവെപ്പ്, കാൽവെപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് തുടങ്ങി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല സംഭവം. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു അക്കാഡമിയുടെ ഇനോഗ്രേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും റൂഫസ് ഡിസൂസ സാറ്, അദ്ദേഹം 90 വയസ്സായിട്ടും ഈ രംഗത്തൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളുടെ ആ ഒരു ഊർജ്ജം ഇപ്പോഴും നമുക്കത് സാധ്യമാണോ? സാറിന്റെ സംസാരം കേട്ടാൽ തന്നെ നമ്മൾ അറിയും സാറിന് എന്തോരം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. നമ്മളിപ്പോ ഈ ഫിറ്റ്നസ് ഒക്കെ സംസാരിക്കുന്ന ഒരു സമയത്താണ്, ഈ മധ്യവയസ്കനായാൽ തന്നെ എല്ലാവരും പോയി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ 90 വയസ്സ് ഉള്ളൊരു മനുഷ്യനെ അങ്ങനെ ചുറുചുറുക്കോട് കൂടി നിന്നിട്ട് പഠിപ്പിക്കുമ്പോൾ ഉള്ളൊരു ഊർജ്ജം ഉണ്ട്. ഇതുപോലെ ഫ്രീ ആയിട്ട് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ ശരിക്കും ഫുട്ബോളിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ആളുകളാണ്. അപ്പൊ അവരുടെ അടുത്ത് നിന്നും കുട്ടികൾ പഠിച്ചെടുക്കുമ്പോൾ ഫുട്ബോൾ ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം അത് എപ്പോഴും നമുക്ക് എന്താ പറയുക, കാണുന്നതല്ല ഫുട്ബോള്, ഇനി കാണാൻ കിടക്കുന്നതാണ് ഫുട്ബോൾ. ടീച്ചർക്ക് ഇപ്പോഴും ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും വളരും. നമ്മൾ വേൾഡ് കപ്പ് കളിക്കും എന്നുള്ളത്, നമ്മുടെ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കും.
അതുപോലെ തന്നെ പിള്ളേർ ഇപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നല്ല പാരൻസാണ് ഇപ്പോൾ ഉള്ളതൊക്കെ. കുട്ടികൾക്ക് എന്തെങ്കിലും കൊണ്ടുവരാനോ അവരെ കൊണ്ടുപോകാനോ അവർ കളിക്കുമെങ്കിൽ ആ കോച്ചേഴ്സിനെ അവർ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അവരെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കാനായിട്ടാണെങ്കിലും അവരുടെ ചെറുപ്പത്തിൽ കിട്ടിയ ആ ഒരു ഈ ഒരു പ്രൊഫഷണൽ തലം അന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കിട്ടാതെ പോയൊരു ഇത് അവരുടെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളൊരു താല്പര്യമുള്ള പാരൻസ്. തീർച്ചയായിട്ടും. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഫുട്ബോൾ ഉണ്ടാകുന്നുണ്ട്. 2019 ശേഷമാണ് SHലൊക്കെ നമുക്ക് നല്ല വനിതാ ടീമുകളൊക്കെ ഉണ്ട്. നല്ല ടീമുകളാണ്. ഇവിടെയാണെങ്കിലും ടീമുണ്ട്. അപ്പോൾ ഓരോ കോളേജിനും ഇങ്ങനെ ടീം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഞാൻ തന്നെയാണ് നമ്മുടെ സെൻറ്റ് തെരേസസിൻ്റെ ലോ കോളേജിൻ്റെ ഒക്കെ ആ കുട്ടികളെയൊക്കെ ഇപ്പോൾ ഒരു ടീം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യണതാണ്. ഫുട്ബോൾ ഉണ്ടാകുമ്പോൾ വേറൊരു പ്രത്യേകതയുണ്ട്. ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തിക്ക് വേറെ എന്തിലോട്ട് പോകാനും അവരുടെ ശരീരം സമ്മതിക്കും. അപ്പോൾ അതിലേക്ക് മാറ്റാലോ, നമ്മൾക്ക് സാഹചര്യം അനുസരിച്ച് നമ്മൾ ചില കോഴ്സുകൾ എടുക്കണ പോലെ അതിലോട്ട് മാറാൻ പറ്റും. അപ്പം അതൊക്കെ ശരിക്കും ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ആണെങ്കിൽ കളിച്ച് വളരാനുള്ള സാഹചര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായാൽ തന്നെ അവർ എല്ലാം നശിക്കാതെ കിട്ടുമല്ലോ. പാരൻസിന് ധൈര്യമായിട്ടിരിക്കാമല്ലോ കളിക്കാൻ പോയേക്കണത്. കളിച്ചിപ്പോൾ അവർക്ക് സ്പോർട്സ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടെന്ന് പാരൻസിന് മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ടാണ് എല്ലാവർക്കും ഉണ്ടെന്നത്. ടീച്ചറിനെ പോലെയുള്ള കോച്ചുമാരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കൽ പരിചയപ്പെട്ട നല്ല കോച്ചേഴ്സൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ആ കുട്ടി ഒരുപാട് കഴിവുള്ളവരും എന്നെക്കാളും നല്ല കോച്ചേഴ്സൊക്കെ ഉണ്ട്. എല്ലാവരും കണ്ടെത്തി കുട്ടികളെ അവിടെ കൊണ്ട് ആക്കിയാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പോലെ അതിനേക്കാൾ ഉപരി ഒരുപാട് ചെയ്യുന്ന കോച്ചേഴ്സുണ്ട്. നമ്മൾ എന്താ പറയുക, സ്നേഹം കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്നേഹത്തോടെ തന്നെ ഫുട്ബോൾ പഠിപ്പിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചും കൂടി മാറും. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരെയും കണ്ടാൽ അറിയാൻ പറ്റും ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ. ഇപ്പോൾ തന്നെ ഈ പിള്ളേർ ഒറ്റക്കാണെങ്കിൽ വന്ന് പ്രാക്ടീസ് ചെയ്യും. ഒരു പേഴ്സണാലിറ്റിയിൽ കൂടി അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അവർക്ക്. അവർക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിച്ചാൽ തോൽവിയുണ്ട്, ജയമുണ്ട്. അത് തോറ്റാലും അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. അത് ഫുട്ബോളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതാണ്. ഇനി ഇടിപിടിച്ച് കളിച്ചാലും ശരി, ഇറങ്ങിപ്പോരുമ്പോൾ പോട്ടറാ സോറിട്ടാ ഞാൻ നിന്നെ അറിയാതെ ചെയ്തു പോയതാണെന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ഡിസിപ്ലിനാണത്. ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ആ ഫുട്ബോളിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു ഇതാണ്. പരസ്പരം സ്നേഹിക്കാനും തോക്കുന്നവരെ ചേർത്ത് പിടിക്കാനും ടീം സ്പിരിറ്റ്, യെസ്, അവർക്ക് മുന്നോട്ടുള്ള തോൽവിയെ പരസ്പരം ബഹുമാനിക്കാനൊക്കെ പഠിക്കും. ഞാനിപ്പോൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു നല്ലൊരു എന്താ പറയുക, മെസ്സിയോ റൊണാൾഡോയോ അങ്ങനെയൊക്കെ ആവാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ നല്ലൊരു മനുഷ്യനാവണം. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാവാം, റെഫറി ആവാം, കോച്ചാവാം, എല്ലാം ആവാം. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഫുട്ബോളിലോട്ട് വന്നവരെ ഒരിക്കലും ഡൈവേർട്ട് ചെയ്ത് പോകാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടേ പലതും കണ്ടെത്താൻ പറ്റും. ഇത് ഫുട്ബോളിനുള്ള ഒരു കഴിവാണ്. ഒരുപാട് ആൾക്കാർ അങ്ങനെ രക്ഷപ്പെട്ടു പോയവരുണ്ട്. അവർ സ്വപ്നത്തിൽ വിചാരിക്കാത്ത തലത്തിൽ ഈ ഫുട്ബോൾ കളിച്ചത് കൊണ്ടും എന്നെ കണ്ടതുകൊണ്ടും മാത്രം എത്തിയ കുറേ ആൾക്കാരുണ്ട്. പേരെടുത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ അവർ മറന്നാലും നമുക്കത് ഓർമ്മയുണ്ട് പല കാര്യങ്ങളും. നമ്മൾ കുറേയേറെ കളിയെ പറ്റി സംസാരിച്ചു. ടീച്ചറിൻ്റെ ശിക്ഷണത്തിൽ വരുന്ന കുട്ടികൾക്ക് ലൈഫ് ലോങ് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇത്ര നേരം ടീച്ചറിനോട് സംസാരിക്കാൻ സാധിച്ചത് ആ ഒരു പോസിറ്റീവ് എനർജി എനിക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫുട്ബോളിലും ബാക്കി എല്ലാ കാര്യത്തിലും ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവട്ടെ. ടീച്ചറിൻ്റെ ചിരി എന്നും ഇതുപോലെ തന്നെ ബാക്കി വരുന്ന നമ്മുടെ കളിക്കളത്തിലേക്ക് വരുന്ന എല്ലാ കുട്ടികളെയും പ്രചോദിപ്പിക്കാനുണ്ടാവട്ടെ. ആയിക്കോട്ടെ. താങ്ക് യു ടീച്ചർ.